സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും എല്ലാവരും ജീവിതത്തിൽ പലതരത്തിലുള്ള ആനന്ദം തേടാറുണ്ട്. ഒരുപക്ഷെ നല്ലൊരു കോമഡി ഷോയിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. സമ്പത്തിൽ, ഭൗതികമായ നേട്ടങ്ങളിലെല്ലാം ചിലപ്പോഴെങ്കിലും നമ്മൾ ആനന്ദം കണ്ടെത്താറുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ ആനന്ദം കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കൾക്ക് ഒന്നിനും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാനുള്ള കഴിവുകളില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ തിരുവചനം പറയുകയാണ്, സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓരോ സ്തുതി ആരാധനയും ദൈവത്തിൽ ആനന്ദിക്കാനുള്ള അവസരങ്ങളാണ്. ആയതിനാൽ ഏറ്റവും സ്നേഹത്തോടെ തുടർന്നുള്ള സമയങ്ങളിൽ മനോഹരമായ ഒരു സ്തുതി ആരാധനയിൽ നാം കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മൾ ഹൃദയം തുറന്ന മനസ്സോടെ നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം TV ശുശ്രൂഷകനായ ശ്രീ ബേബിച്ചൻ വളവലാനിയാണ്. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇറങ്ങുന്ന ഒരു രാത്രിയാണ് നൈറ്റ് വിജിൽ രാത്രി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്ന രാത്രിയാണ് നൈറ്റ് വിജിൽ രാത്രി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് അവസരം നൽകുന്ന രാത്രിയാണ് നൈറ്റ് വിജിൽ രാത്രി. അങ്ങനെയെങ്കിൽ ഈ രാത്രിയും ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന രാത്രിയായിരിക്കും. വിശ്വസിക്കുന്നവർക്ക് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം, ശബ്ദമുയർത്തി പറയാം. ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഇടവരുത്തുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്ക് 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി 2 കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയപ്പോൾ എലീശയെ സന്ദർശനത്തിന് ശേഷം മറിയം പ്രഘോഷിക്കുന്നത് എന്താണ്? എൻ്റെ ആത്മാവ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ആ ജനനത്തിന് മുന്നറിയിപ്പ് മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ഭാവിയിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടുവാനായിട്ടുള്ള സാധ്യതയുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള വലിയ സാധ്യത മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കാണിച്ച ആ മനസ്സ് ആനന്ദം കൊണ്ട് നിറയുവാനായിട്ടിടയാക്കി. ഹല്ലേലൂയ. എവിടെയെല്ലാം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവോ, എവിടെയെല്ലാം ദൈവത്തിന് മഹത്വം നൽകുന്നുവോ, അവിടെയെല്ലാം നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുവാനായിട്ട് ഇടയാക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്കറിയായുടെ ജീവിതത്തിൽ നമുക്കറിയാം, സ്നാപക യോഹന്നാന്റെ അപ്പൻ അറിയിപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, കാരണം ദൈവജനത്തെ രക്ഷിക്കുവാനായിട്ട് ഇതാ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജനത്തെ മുഴുവൻ രക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്ദർശനമായി തൻ്റെ ജീവിതത്തിലെ അനുഭവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ സന്ദർശനമായി തൻ്റെ ജീവിതത്തിലെ ആ വെളിപാടിനെ കണ്ടുകൊണ്ട് ദൈവത്തെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ വാഴ്ത്തപ്പെട്ടവൻ എന്ന് വിളിച്ചുകൊണ്ട് സക്കറിയ പ്രവചിക്കുകയാണ്, അല്ലെങ്കിൽ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മളൊരു സ്ത്രീയെ കാണുന്നുണ്ട്. യൂദിത്ത് വിധവയായിരുന്നു. വിധവയുടെ ദുഃഖം ഹൃദയത്തിൽ പേറിയവളായിരുന്നു. എന്നാൽ ഇസ്രായേൽക്കാർ പെട്ട ഒരു ആപത്തിൽ നിന്ന് അസിറിയയുടെ സൈന്യാധിപനായിരുന്ന ഹോളോഫർണോസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം വന്ന് ഇസ്രായേൽ രാജ്യത്തെ കീഴടക്കുവാനായിട്ടും അവർക്കെതിരെ വലിയൊരു ഉപരോധം ഏർപ്പെടുത്തി. ബെത്തൂലിയ നഗരം പ്രത്യേകിച്ച് അവർക്ക് ജലം നൽകിക്കൊണ്ടിരുന്ന വനപ്രദേശമായിരുന്നിട്ടുള്ള ആ പ്രദേശം മുഴുവൻ കീഴടക്കിയിട്ട് ജലം മുഴുവൻ തടഞ്ഞു വെച്ച് ജനത്തെ വലിയ ഒരു ഉപരോധം ഏർപ്പെടുത്തി. അവർക്കെതിരെ നിലകൊണ്ടപ്പോൾ ജനം മുഴുവൻ ആവശ്യപ്പെട്ടു അവർക്ക് കീഴടങ്ങാൻ. അവർക്ക് കീഴടങ്ങിയിട്ട് അവിടുത്തെ ദൈവത്തെ ആരാധിക്കുവാൻ, അവരുടെ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ. പക്ഷെ യൂദിത്ത് പറഞ്ഞു, പാടില്ല, ദൈവം നമ്മളെ രക്ഷിക്കാൻ ഇറങ്ങി വരും. അവൾ സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യം ഹോളോഫർണസിന് മുമ്പിൽ കാഴ്ചവെക്കുവാനായിട്ടുള്ള ഒരു കാപിട്യത്തോടു കൂടി തന്നെ അവൾ കടന്നു ചെല്ലുകയാണ്. പക്ഷേ വീഞ്ഞു കുഴിച്ച് ഉന്മത്തനായ ഹോളോഫർണസിന്റെ തല വെട്ടിക്കൊണ്ട് ആ ഇസ്രായേൽ ജനത്തെ മുഴുവൻ രക്ഷിക്കുവാനായിട്ട്, വലിയ ആപത്തിൽ രക്ഷിക്കുവാനായിട്ട് യൂദിത്തിന് കാരണമാക്കി മാറ്റി. അപ്പോൾ യൂത്ത് പറഞ്ഞു, ഞാൻ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കും. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടവരെല്ലാം കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുന്നവരായി മാറുകയാണ്. അതുപോലെ അങ്ങനെ ജനം മുഴുവൻ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, വലിയൊരു ജനത മുഴുവൻ വലിയൊരു സന്തോഷത്തിലേക്ക് കടക്കുവാനായിട്ട് യൂഥത്തിന്റെ ജീവിതം കാരണമായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്. ഹല്ലേലൂയ. തോബിത്തിനെ നമ്മൾ കാണുന്ന പഴയ നിയമത്തില് നന്മ ചെയ്തു നടന്ന തോബിത്ത് പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട യഹൂദന്മാരുടെ ശവശരീരങ്ങൾ വഴിയരികിൽ കിടന്നപ്പോൾ അതെല്ലാം എടുത്ത് സംസ്കരിച്ചുകൊണ്ട് നീതി നടപ്പാക്കിയ നീതിമാനായ തോബിത്ത് ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ണുകളിൽ കാഷ്ടം വീണ് കണ്ണുകൾ അന്ധമായി പോയപ്പോഴും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ് തോബിത്ത് ചെയ്തത്. തോബിത്തിന്റെ ജീവിതത്തിൽ അത് കടന്നു വന്നപ്പോൾ തോബിത്തും ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് നമ്മളെല്ലാവരും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദൈവത്തിന്റെ അനുഗ്രഹം ഇനിയും പ്രാപിക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയെങ്കിൽ നാമും ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഗായക സംഘം മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായി കണ്ണുകൾ അടയ്ക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരുന്നുവെന്ന് തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തുകയാണ്. സക്കറിയായിലൂടെ വെളിപ്പെടുത്തുകയാണ്. യൂഥത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. തോബിത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. സ്ത്രീഹന്മാരിലൂടെ വെളിപ്പെടുത്തുകയാണ്. ആദിമ ക്രിസ്ത്യാനികളോട് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുന്നവരായി മാറി, ദൈവത്തെ വാഴ്ത്തുന്നവരായി മാറി. അത് മുഖാന്തരം അവർക്ക് ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങളും വലിയ ആനന്ദവും വലിയ സന്തോഷവും ലഭിക്കുന്നവരായി മാറി. ഒരു ജനത മുഴുവൻ രക്ഷപ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് മാറി. ഇതാ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ദേശങ്ങളും എല്ലാം അനുഗ്രഹം പ്രാപിക്കുവാൻ, അവിടെയെല്ലാം സന്തോഷം നിറയുവാൻ, സമാധാനം നിറയുവാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ നിമിഷങ്ങളിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും മേഖലകളിലേക്കും വ്യക്തികളിലേക്കും കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതാ കരങ്ങൾ ഉയർത്തി നമുക്കിന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ വാഴ്ത്തുന്നു. സക്കറിയ പ്രവചിച്ചതുപോലെ ഞങ്ങൾ വാഴ്ത്തുന്നു. മറിയം പ്രകീർത്തിച്ചതുപോലെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുനാമത്തെ പുകഴ്ത്തുന്നു, തിരുനാമത്തെ പുകഴ്ത്തുന്നു, തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഇനി ഞങ്ങൾ വാഴ്ത്തുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, മഹത്വം കർത്താവേ. ആരാധന, 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 ആരാധന. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്കു യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന എന്റെ യേശുനാഥന്. എല്ലാ മഹത്വവും കർത്താവിന്. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. നന്നായി കൈകളടിച്ച്, രണ്ട് വശങ്ങളിൽ കൈകളടിച്ച്. പാപത്തിൽ നിന്നെന്നെ രക്ഷിച്ചു, വൻ രോഗത്തിൽ നിന്നെന്നെ സംരക്ഷിച്ചു. പാപത്തിൽ നിന്നെന്നെ രക്ഷിച്ചു, വൻ രോഗത്തിൽ
സർവശക്തി എന്നിൽ നീ ചൊരിഞ്ഞു, സർവനന്മകൾ എന്നിൽ നീ പകർന്നു. സർവശക്തി എന്നിൽ നീ ചൊരിഞ്ഞു, സർവനന്മകൾ എന്നിൽ നീ പകർന്നു. കരങ്ങളെത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. കർത്താവിന്റെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി കർത്താവിനെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട് ഇരുവശങ്ങളിലും കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിക്കാം. കുറച്ചുകൂടി സന്തോഷത്തോടെ കരങ്ങളടിക്കാം. പുതുജീവനെന്നിൽ നീ പകർന്നു, പുതിയൊരഭിഷേകം ചൊരിഞ്ഞു. പുതുജീവനെന്നിൽ നീ പകർന്നു, പുതിയൊരഭിഷേകം ചൊരിഞ്ഞു. ദുഃഖങ്ങൾ എന്നിൽ നിന്നകറ്റി, സർവ്വവിടുതൽ എനിക്കു നീ നൽകി. ദുഃഖങ്ങൾ എന്നിൽ നിന്നകറ്റി, സർവ്വവിടുതൽ എനിക്കു നീ നൽകി. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്കു യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്കു യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ മാനക്കന്മാരും ചേർന്ന് ഹല്ലേലൂയ പാടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. യൂത്തിത്ത് പ്രാർത്ഥിച്ചു. ദൈവമേ, അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും
നിരാധരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. അതെ, ആശയറ്റവരെ രക്ഷിക്കുന്നവനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവസരെ താങ്ങുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എളിയവരുടെ ദൈവമായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. മർദ്ദിതരുടെ സഹായകനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തെ ദർശിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇവിടെ ആയിരിക്കുവാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇപ്പോൾ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നത്. എങ്കിൽ ദൈവത്തിന് നിന്റെ മേൽ അനേക അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ആഗ്രഹമുണ്ട്. അനേക അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. അവന്റെ നയനങ്ങൾ നിന്നെ ദർശിച്ചുകൊണ്ടേയിരിക്കും. അതെ, അവന്റെ കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ എല്ലാ പ്രയാസങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ആഗ്രഹങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ അഭിലാഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ഗുരു നിന്നൊരിക്കലും മറഞ്ഞിരിക്കുകയില്ല. മറഞ്ഞിരിക്കാത്ത കർത്താവിന് മുമ്പിലേക്ക് വീണ്ടും കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും മറഞ്ഞിരിക്കാത്ത ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി തുറന്ന മനസ്സോടെ സ്തുതിക്കാം. തുറന്ന മനസ്സോടെ സ്തുതിക്കാം. തുറന്ന മനസ്സോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. Hallelujah, 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 hallelujah. പതറിടല്ലേ കണ്ണുനീരിലും അലർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കരങ്ങളെല്ലാം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ ഒഴുക്കുന്ന കണ്ണുനീരിന്റെ അളവ് എനിക്കറിയാം. എന്തുമാത്രം കണ്ണുനീര് ഒഴുക്കി എന്നുള്ള കൃത്യമായ അളവറിയുന്നവനാണ് ദൈവം. അത്രമാത്രം നമ്മുടെ വേദനകൾ അറിയുന്നവൻ, അത്രമാത്രം നമ്മുടെ വിഷമങ്ങൾ അറിയുന്നവൻ, അത്രമാത്രം നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്നവൻ. അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. അവൻ പറയുന്നത്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എന്റേതാണ്, നീ എന്റേത് മാത്രമാണ്. ഈ ഗായക സംഘം പാടുന്ന പാട്ടിനോട് ചേർന്ന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഒന്ന് ഏറ്റുപാടാം നമുക്ക്. ഞാൻ എന്നും നിന്റെ ദൈവം. ഈശോ പറയുന്ന വാക്കുകൾ, ഈശോ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കട്ടെ. നീ എന്നും എന്റേതാണേ. ഈശോയോട് മാത്രമാണ് ഈശോ പറയുകയാണ്, നീ എന്റേത് മാത്രമാണ്, നീ എന്റെ സ്വന്തമാണ്, നീ എന്റെ പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ്. നീ എന്നും എന്റേതാണേ. ചെറിയ ശബ്ദത്തിൽ എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിലെ രാജാവിനെ ആത്മാവ് പുകഴ്ത്തുന്നു. അവിടുത്തെ പ്രാഭവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. അവിടുത്തെ പ്രാഭവത്തെ ഞാൻ ആനന്ദം കൊള്ളുന്നു. അവിടുത്തെ സാന്നിധ്യത്തെ ഞാൻ ആനന്ദം കൊള്ളുന്നു. അവിടുത്തെ ഇടപെടൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വരുന്നതിനെ ഓർത്ത് എൻ്റെ ഹൃദയം ഇത് ആനന്ദിക്കുന്നു. ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകൃതിക്കട്ടെ. ജെറുസലേമിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കട്ടെ. എല്ലാ മനുഷ്യരും അവിടുത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും സ്തുതികൾ ഉയരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ ഉയരുന്ന ഹൃദയങ്ങളിലേക്കും സ്തുതികൾ ഉയരുന്ന ഹൃദയങ്ങളിലേക്കും
മേലും ദൈവത്തിന്റെ സമാധാനം നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ശാന്തമായിരിക്കാം, ശാന്തമായിരിക്കാം. ഞാനെന്നും നിന്റെ ദൈവം. ഞാനെന്നും കണ്ണുകളടച്ച് നിന്റെ ദൈവം,